ഇനി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മുടെ നിരീക്ഷകൻ ബി ദിലീപ് കുമാർ കൂടി ചേരുന്നു. ദിലീപ്, ശരിക്കും ഇത്രയും വലിയൊരു വിജയത്തിൻ്റെ ശോഭ കെട്ടുപോകുന്നു എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകർ പറയുമ്പോൾ നമുക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. അത്ര വലിയൊരു നല്ലൊരു മുഖ്യമന്ത്രിയെ നൽകാൻ പെട്ടെന്ന് കഴിയുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഒരു പതിറ്റാണ്ടിനു ശേഷം 102 സീറ്റുകളുടെ തിളക്കമാർന്ന വിജയത്തോടെ UDF അധികാരത്തിലെത്തിയിട്ടും ഇന്നിപ്പോൾ 9 ദിവസം പിന്നിടുകയാണ്. ഇനിയും കേരളത്തിന് കഴിഞ്ഞിട്ടില്ല. തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു, ചർച്ചകൾ നടക്കുന്നു. പക്ഷേ ചർച്ചകളിലൊന്നും ഒരു സമവായം ഉരുത്തിരിയുന്നില്ല. ആരെങ്കിലും ഒരു പേര്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് ഇപ്പോഴും ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിയാത്തത് അത് കോൺഗ്രസ് പ്രവർത്തകരിൽ, കോൺഗ്രസ് നേതാക്കളിൽ, ഘടകകക്ഷികളുടെ പ്രവർത്തകരിലും നേതാക്കളിലും ഒക്കെ വലിയ അസംതൃപ്തിക്ക് ഇടയാക്കിയിട്ടുണ്ട്. ചിലരൊക്കെ അക്കാര്യം പരസ്യമായി തന്നെ തുറന്നു പറയുകയും ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇനിയും നീണ്ടുപോയ അത് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുമെന്ന തിരിച്ചറിവ് കോൺഗ്രസ് ഹൈക്കമാൻഡിനുമുണ്ട്. പക്ഷേ ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം ഈ പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പല നേതാക്കളുമായും കോൺഗ്രസ് ഹൈക്കമാൻഡ് ചർച്ച നടത്തുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള നേതാക്കളെയൊക്കെ, പല പ്രമുഖരായ നേതാക്കളെയൊക്കെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിലും ഒരു കൃത്യമായ ഒരു സമവായ ഫോർമുല ഉരുത്തിരിഞ്ഞിട്ടില്ല എന്നതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് വലിയ തലവേദന ഉണ്ടാക്കുന്നത്. അതിനിടെ ഘടകകക്ഷികൾ, അസംതൃപ്തിയിലുള്ള ഘടകകക്ഷികൾ അക്കാര്യം നേതൃത്വത്തെ, കോൺഗ്രസ് ഹൈക്കമാൻഡിനെയൊക്കെ അറിയിക്കുന്ന വിധത്തിലേക്ക്, ശക്തമായ ആ വികാരം അറിയിക്കുന്ന വിധത്തിലേക്കൊക്കെ നീങ്ങുകയാണ്. ഇന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ യോഗം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ ചേരുന്നുണ്ട്. 9 നേതാക്കളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. നേരത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ മുസ്ലിം ലീഗിൻ്റെ വികാരം അറിയിച്ചിരുന്നതാണ്. അത് VD സതീശൻ നയിക്കട്ടെ എന്ന വികാരമാണ് മുസ്ലിം ലീഗ് നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചത്. മറ്റു നേതാക്കളും ഡൽഹിയിലെത്തിയിട്ടുള്ളവരിൽ K മുരളീധരൻ, VM സുധീരൻ തുടങ്ങിയ നേതാക്കൾ VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ടെലിഫോണിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡുമായി സംസാരിച്ചത്. സമാനമായ അഭിപ്രായ പ്രകടനമാണ് അദ്ദേഹവും നടത്തിയിട്ടുള്ളത് എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അതേസമയം സംസ്ഥാനത്ത് നിന്ന് പോയ KPCCയുടെ വൈസ് പ്രസിഡന്റുമാർ, അവർ 3 പേരും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകട്ടെ എന്ന നിലപാട് സ്വീകരിച്ചു. AP അനിൽകുമാർ, PC വിശ്വനാഥ്, ഷാഫി പറമ്പിൽ എന്നിവരാണ് കോൺഗ്രസ് നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ പ്രശ്നങ്ങൾ സങ്കീർണമായ സാഹചര്യത്തിൽ അതിൽ ഒരു തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡാണ് എടുക്കേണ്ടത്. ഏതായാലും ഇന്ന് ആ തീരുമാനം വരും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസിൻ്റെയും UDFിലെ ഘടകകക്ഷികളുടെയും ഒക്കെ നേതാക്കളും പ്രവർത്തകരും. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.